ഗൈസ്, വെൽക്കം. വണക്കം. നമ്മുടെ നെവിൻ അതുപോലെ തന്നെ അനിമോൾ തമ്മിലുള്ളൊരു വാക്ക് തർക്കം, വഴക്ക്, അടി, ഫിസിക്കൽ അസോൾട്ട് ഒക്കെ എന്നുള്ള രീതിയിലേക്കൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ പ്രൊമോ കണ്ടു. പ്രൊമോയ്ക്കകത്താണെങ്കിൽ ഇപ്പോൾ നെവിൻ കാണിച്ചേക്കുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തായിരുന്നു കാര്യം. നമ്മളിപ്പോൾ ഈ അനിമോളുടെ ഗെയിമിനോടൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആൾ തന്നെയാണ്. നെവിൻ്റെ ഗെയിമിനോടും താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ ഈ സംഭവം എന്താണെന്നല്ലേ നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ബെഡിൽ കിടക്കുന്ന അനിമോൾക്കെതിരെ നെവിൻ വരുന്ന വരവാണ്. ഇതെന്താ ഗുണ്ടായിസോടെ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് 3 ഗുണ്ടകൾ ഇറക്കുന്നൊക്കെ കേട്ടല്ലോ. അവിടെ എന്തോ പുതിയ എന്താണ് ചുമതലകൾ കൊടുത്തിട്ടുള്ള 3 ക്യാപ്റ്റന്മാർ, അഥവാ 3 ഗുണ്ട ബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ എന്ന് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം. എന്തൊക്കെയോ അവസാന നിമിഷം ഈ കത്തി കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിപാടി കാണിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അത് ഗുണം ചെയ്യുന്ന അനിമോൾക്ക് മാത്രമായിരിക്കും. അത് തലയ്ക്കകത്ത് ആൾ താമസമുള്ളവർക്ക് മനസ്സിലാവും. ഇതൊരിക്കലും നമ്മുടെ ഈ ഇദ്ദേഹമാണെങ്കിൽ, അഥവാ ഈ നെവിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, നെവിൻ ഈ മറ്റേ റിയാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഞാനാണ് ഏറ്റവും പെർഫെക്റ്റ് ഗെയിമർ. ആ ഗെയിമർ ഒന്നും മാത്രമല്ല, ഒരു എൻ്റർടൈനർ ഞാനാണെന്ന് തോന്നിപ്പിക്കാനുള്ള കുറേയധികം അപരാധങ്ങൾ ബിഗ് ബോസ് ഹൗസിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ തന്നെ പറയണം കേട്ടോ. ആളുടെ ഈ സംഭവങ്ങൾ പല സമയങ്ങളിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് ക്യൂട്ട്നെസ് വാരി വെതറി. പിന്നെ ലാലേട്ടൻ പറഞ്ഞ എല്ലാത്തിനകത്ത് മറ്റേ തൃശ്ശൂർ മറ്റേ എന്താ ഇത് കൊണ്ടുവച്ചത്, മറ്റേ സോണിയാഗാന്ധി എന്ന് പറഞ്ഞ സംഭവം, ഇതൊക്കെ മണ്ടത്തരം സ്വയം അറിഞ്ഞ് പറയുന്നത് തന്നെയാണ്. എന്നിട്ടത് ക്യൂട്ട്നെസ് ആണെന്ന് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നു. ഇനി ലാലേട്ടൻ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ മോനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വളരെ മോശമല്ലേ മോനെ, ഇനി ചെയ്യരുത് മോനെ, ഇരുന്നോ മോനെ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇത് നേരെ മറിച്ചിട്ട് ഇന്നത്തെ ഈ ആക്ട് അനിമോളാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നെവിനോട് കാണിച്ചിരുന്നെങ്കിലും അനിമോൾ ഫ്രൈ എന്താണ് ചെയ്യുക, അത് നമ്മൾ വളരെ അർത്ഥവത്തായിട്ട് അങ്ങനെ തന്നെ പറയാം. ഞാൻ ഈ സീസണിൻ്റെ അകത്ത് ഒരു പ്രത്യേക ഒരാളെയും എടുത്ത് പൊക്കി പറയാനോ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാളെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് വോട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഈ ഒരു ആക്ട് കണ്ടിട്ട് ഇയാൾ ഭയങ്കര മോശമായിട്ടുള്ള സംഭവങ്ങൾ തന്നെ കാണിച്ചേക്കുന്നത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് ഇപ്പം നെവിനാണെങ്കിൽ അവരുടെ ദേഹത്തേക്ക് വെള്ളം തളിക്കുന്നു. ഈ ഒരു ആക്ട് ശരിയാണോ തെറ്റാണോ എന്ന് ബിഗ് ബോസിൻ്റെ ഗെയിം സ്ട്രാറ്റജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് പറയുന്ന സാഹചര്യത്തിൽ ഏത് വഴിയും സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇറിറ്റേറ്റ് ചെയ്യുക, ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കാം. അത് കുഴുത്തിരുമ്പ് പരിപാടിയും കാണിക്കാം, ഏഷണി കൂട്ടാം, നുണ പറയാം, എന്തും കാണിക്കാം. തനിക്ക് നിൽക്കാൻ വേണ്ടി മറ്റുള്ളവരെ പുറത്താക്കാൻ എന്ത് പരിപാടിയും കാണിക്കാം. അതുകൊണ്ട് ആ നെവിൻ ഇങ്ങനെ വെള്ളം തളിച്ചു എന്നുള്ള സാധനത്തിന് ഒരു മോശമായിട്ടുള്ള കാര്യമോ ഒരു ഗെയിം അല്ലാത്ത രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ബട്ട് ഇത് പുള്ളിക്ക് ഒരു റിവെഞ്ച് മോഡുണ്ട് കേട്ടോ. ആ പുള്ളി മനഃപൂർവ്വമായിട്ട് ഈ അവസാന നിമിഷം ഇത് കാണിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തി നിന്ന് ആ കിടക്കുന്ന ആ ബെഡിൽ തന്നെ വെള്ളം എടുത്ത് വീഴ്ച. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരിയുടെ ബെഡെന്ന് പറഞ്ഞത് ആരുടെ ബെഡാണ്? അത് ബിഗ് ബോസിൻ്റെ ബെഡാണ്. ബിഗ് ബോസിൻ്റെ ഒരു തരത്തിലുള്ള സാധന സാമഗ്രികളെയും അത് മോശപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരു ബെഡെന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങി വരുന്ന സാധനമല്ല. സ്വാഭാവികമായിട്ട് AC ഉള്ളൊരു റൂമിൻ്റെ അകത്ത് ഇറങ്ങുന്ന ബെഡ് അത് ഇനിയിപ്പം തണുപ്പിച്ചെടുക്കും. സോ അതിൻ്റെ പുറത്തൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടൊക്കെ ചെയ്യേണ്ടത്. അതായത് ബിഗ് ബോസിൻ്റെ ക്രൂവിന് കുറച്ചുകൂടെ പണി ഉണ്ടാക്കി കൊടുത്താണ് നെവിൻ ചെയ്തേക്കുന്നത്. നെവിൻ്റെ ഗെയിം ആയിരിക്കാം, അതൊരു ഗെയിമായിട്ട് കാണാൻ പറ്റത്തില്ല. ഒരു വ്യക്തി വിദ്വേഷം. ഞാൻ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടു. ഞാൻ 2 കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്തോ ആടെ നിനക്ക് വയ്യേ എന്നൊരു കമൻറ്റ് ഇട്ടു. ഡേ നീ എങ്ങോട്ടാണ് നീ കയറി പോണേ, അനിമോൾ കപ്പടിക്കാൻ തറക്കല്ലിട്ടതിന് താങ്ക്സ് മിസ്റ്റർ നെവിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ തന്നെ അനുകൂലവും പ്രതികൂലവും കുറേ ആൾക്കാർക്ക് സംശയം. നിങ്ങൾ ബിഗ് ബോസ് കാണത്തുള്ളൂ, നിങ്ങൾ ഇതൊക്കെ പറയുന്നത് മൂപ്പ ഈ ചിലവർ പോകും, അതെന്താ മൂപ്പം അനിമോൾ കപ്പടിക്കണ്ടേ, എന്തൊക്കെയാ തെണ്ടി അവിടെ കാണിക്കുന്നത്, അത് നെവിനെ കുറിച്ചൊക്കെ പറയാം. ഞാൻ അനിമോൾ കപ്പടിച്ചാലും നെവിൻ കപ്പടിച്ചാലും ആര് കപ്പടിച്ചാലും കുഴപ്പമില്ല. ഇപ്പം അനീഷിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അനീഷിനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്, പ്രേക്ഷക സപ്പോർട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മൈജി അവരുടെ സപ്പോർട്ടുണ്ട്. അത് അവർ കയറ്റിയ ഒരു എന്താണ് പുറത്തുനിന്നുള്ള ആളാണല്ലോ, അതായത് കോമണർ കാറ്റഗറിപ്പെട്ട ഒരാൾ. അപ്പം അത് നമ്മുടെ ഈ അനീഷ് എങ്ങാനും കപ്പടിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഗുണം ചെയ്യുന്നത് ഈ മൈജിക്കാണ്. കാരണം മൈജിക്ക് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ വലിയ ആവശ്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈജിയുടെയാണ്. മൈജി സ്പോൺസേഡ് പരിപാടിയാണല്ലോ. അതുപോലെ തന്നെ ലാലേട്ടനാണ് എൻ്റെ ബ്രാൻഡ് അംബാസഡർ, മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ അനിമോളുടെ ഗെയിം പ്രത്യേകിച്ച് ഗെയിമുള്ളവർ എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഗെയിം സ്ട്രാറ്റജി അങ്ങനെ വർക്കൗട്ട് ആവാത്ത ഒരാളാണ് അനിമോൾ. അതുകൊണ്ട് തന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗൺസ് വരുന്നുണ്ട്. പല സമയങ്ങളിലും ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു പെരുമാറ്റങ്ങൾ കാണുമ്പോൾ ഞാനത് പറയാറുണ്ട്. അല്ലാതെ ഈ ആദ്യകാലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷ്. പിന്നെ മനസ്സിലായി പുള്ളിക്കാരൻ്റെ എന്തൊക്കെ വേറെ വഴിക്കാണ് ഈ സംഭവം അവിടെ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് പിന്നെ മനസ്സിലായി.
അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ആര് കപ്പടിച്ചാലും നമ്മളത് ബാധിക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളോട് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റിന് നിങ്ങൾക്ക് ഇനി ആരുടെ അന്തമാണെങ്കിലും അന്തമല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു സാധനത്തിനെ കുറിച്ചും സാഹചര്യത്തിനെ കുറിച്ചും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പുള്ളിക്കാരൻ്റെ ആക്ട്. ഇനി നമുക്ക് നേരെ ഈ നെവിൻ്റെ ആക്ടിലേക്ക് വരാം. ഞാൻ പറഞ്ഞില്ലേ, അത് ഈ നെവിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ഒരു എൻ്റർടൈനർ ആയിരിക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഒരു ഗെയിം കാഴ്ചവെക്കും എന്നുള്ള കാര്യം, ഗെയിമുള്ള ഒരാളാണ് നെവിൻ. ഗെയിമില്ലാത്ത ഒരാളല്ല. നമ്മൾ പലരും ചിന്തിക്കുന്നത് പോലെ അൺപ്രഡിക്റ്റബിൾനെസ് ആണ് നെവിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് ഞാൻ മുൻകൂട്ടി തന്നെ മുമ്പ് ഞാൻ പഴയ ഏതോ വീഡിയോക്കകത്ത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഇയാളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ ഷാനവാസ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് തെറ്റുപറ്റി പോയിട്ട് അത് അൺപ്രഡിക്റ്റബിൾ അല്ല, അത് വേറെ എന്തോ ആണ്. പക്ഷെ പുള്ളി നന്നായിട്ട് കളിക്കുന്നതൊക്കെ ഇപ്പോൾ ആൾക്കാർ അഭിപ്രായപ്പെടുന്നു. നന്നായിട്ട് കളിക്കട്ടെ. സോ ഈ നെവിൻ ഇന്നിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നെവിൻ അറിയാം. സ്വാഭാവികമായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ കുറച്ച് പറയും, അതിനകത്ത് നെവിൻ്റെ പേരുള്ള ന്യായങ്ങൾ പറയും. ഇനി മറ്റൊരു സംഭവം കൂടെ പുറത്തു വരുന്നുണ്ട്. അതായത് നെവിനെ നമ്മുടെ അനുമോൾ അങ്ങോട്ട് ഫിസിക്കൽ അസോൾട്ട് നടത്തി, അഥവാ അറ്റാക്ക് ചെയ്യുന്നുള്ള കാര്യം. ഈ ആക്ടിന് നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മളെ പ്രകോപിപ്പിച്ചാലും ബിഗ് ബോസിൻ്റെ ഒരു ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ ഇപ്പം സിജോയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോക്കി പുറത്തേക്ക് പോയത് ഫിസിക്കൽ അസോൾട്ടാണ്. റോബിൻ സീസൺ 4 പുറത്തേക്ക് പോയത് നമ്മുടെ റിയാസും അതൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ അസോൾട്ടാണ്. അതിനുശേഷം ചില സീസണുകളിലൊക്കെ ഫിസിക്കൽ അസോൾട്ട് ഇതിനെക്കാട്ടിലും രൂക്ഷമായ കാര്യങ്ങൾ നടന്നിട്ട് പോലും ബിഗ് ബോസും അനങ്ങിയിട്ടില്ല, കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ട് ആക്ഷൻ എടുത്തിട്ടുമില്ല. അപ്പം ചില ആൾക്കാരുടെ പ്രത്യേക തരത്തിലുള്ളൊരു സമീപനം അവർ പോകണമെന്നും അവരെ പുറത്താക്കേണ്ടതാണെന്നുള്ള തോന്നലൊക്കെ ബിബിക്കൊക്കെ ഉണ്ട്. അത് അവരുടെ ഒരു പരിപാടി എങ്ങനെയാണല്ലോ, നമുക്കത് അറിയാമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നെവിനിപ്പം ഈ കാര്യങ്ങൾ എന്ത് കാണിച്ചായിരുന്നാലും ഞാനൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അതൊരു പ്രത്യേക ഒരു ഫേവർ ബിബി കൊടുക്കും. നെവിന് പ്രത്യേക ഒരു ഫേവർ ബിബിയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പല ആൾക്കാർ ഇപ്പം എനിക്ക് ഇൻബോക്സിൻ്റെ അകത്തൊക്കെ തരാറുണ്ട്. കാരണം ഇത് കാണാറുണ്ടോ, ഇപ്പോൾ ഈ സീസണിൻ്റെ അകത്ത് ഇന്ന വ്യക്തികൾക്ക് അനുകൂലമായിട്ട് പോകുന്നു, ഇന്ന വ്യക്തികൾക്ക് ഇതായിട്ടൊക്കെ പോകുന്നു. എനിക്ക് സത്യം പറഞ്ഞ വിസിബിളി തോന്നുന്നൊരു സീസണാണ്. ഞാനതാ പറഞ്ഞല്ലോ, ഞാനായിട്ട് നിങ്ങളെ ഒരു വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള വരാനും പോകത്തില്ല. ഇന്ന വ്യക്തിക്ക് വോട്ട് കൊടുക്കുന്നു എന്നും കൊടുക്കുമെന്ന് പറയാൻ നിങ്ങളുടെ തലച്ചോറുണ്ടല്ലോ, നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ വോട്ട് കൊടുക്കാനും നിങ്ങൾ ആർക്ക് വേണോ ഇത് ചെയ്യാൻ വേണ്ടി. അനുമോൾ ഈ ഒരു ആക്ട് കാണിച്ചത്, ഈ അനുമോളുടെ ഈ ആക്ട് കാണിച്ചത് അനുമോളാണിത് കാണിച്ചതെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ, ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കൂടെ എടുത്തു വെച്ചിട്ട് നാടിച്ച് കൊല വിളിച്ചേനെ. സംശയമൊന്നും വേണ്ട കാര്യത്തിനകത്ത്, ഒരു സംശയം വേണ്ട. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഈ സീസണിലെ റിവ്യൂ പരിപാടിക്കകത്ത് ഒന്നുമില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി പറയാൻ വേണ്ടിയിട്ട് പറ്റും, നെവിനിപ്പോൾ കാണിച്ചിരിക്കുന്നത് മഹാ തെണ്ടിത്തരമാണ്. അത് യാതൊരു ഒരു അർത്ഥശങ്കയ്ക്കിടെ ഇല്ലാത്ത രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് എന്ത് ഗെയിമിൻ്റെ ഭാഗത്താണ്. പക്ഷേ ഇത് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അനുമോൾക്ക്. ഇനി ഞാൻ അതും കൂടെ പറയാം, ഈ സീസണിൻ്റെ അകത്ത് ഞാൻ ഏതാണ്ട് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ സീസണിൻ്റെ അകത്ത് 90% ഞാനിത് ഇപ്പോൾ ഉറപ്പിച്ച് പറയുന്നു, ഈ സീസണിൻ്റെ കപ്പ് അനുമോൾ കൊണ്ടുപോകും. അതെന്തെന്നറിയാമോ, അതിൻ്റെ ഘടകങ്ങൾ, എല്ലാ ഫാക്ടേഴ്സും ഇപ്പോൾ അനുമോളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും, ഇനിയിപ്പോൾ PR ആരോപണം വരാം, മറ്റുള്ള പല കാര്യങ്ങളും വരാം. എനിക്ക് ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു എതിർപ്പ്, ഒരു വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ എതിർപ്പ് പറഞ്ഞില്ലെങ്കിലും എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഞാൻ അവരെ പൊക്കി പറയാനോ അങ്ങനെ വലിയ സംഭവത്തിനൊന്നും താല്പര്യപ്പെടുന്ന ഒരാളൊന്നുമല്ല. എങ്കിലും ഞാൻ പറയാം, എവിഡൻ്റാണ് അനുമോൾക്കുള്ളൊരു ഒരു പൊതുവിലുള്ളൊരു സ്വീകാര്യത വളരെ ഹ്യൂജാണ്. അത് അവർക്ക് അതനുസരിച്ച് അത് വോട്ട് കിട്ടുവാണെങ്കിൽ അനുമോളുടെ ഏഴേലത്ത് പോലും മറ്റൊരു കണ്ടസ്റ്റൻറ്റും വോട്ട് പിടിക്കത്തില്ല. അത് ഉറപ്പിച്ച് തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടോ? സോ അതുകൊണ്ട് അനുമോൾ തന്നെയാണ്, അനുമോൾക്ക് ശേഷമോ അനുമോൾക്ക് ഇപ്പുറമോ എന്നുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് മറ്റാരെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അനീഷൊന്നും അത്ര വോട്ടൊന്നും പിടിച്ച് ഈ സീസണിൽ കപ്പടിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. ഇനി കപ്പടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ആരാണോ ഡിസേർവ് ആവുന്ന കണ്ടസ്റ്റൻറ്റ്, അനുമോൾ ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ഇവരൊക്കെ ആരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അല്ലാതെ വേറൊരാൾ കപ്പടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അക്ബറൊന്നും ഈ സീസണിൻ്റെ കപ്പൊന്നും കൊണ്ടുപോകത്തില്ല. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഇനി സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആര്യൻ ഒരു കാരണവശാലും ഈ സീസണിൽ കപ്പടിക്കാനുള്ള ഒരു പ്രത്യേക ഒരു കപ്പാസിറ്റി ഉള്ളതെന്ന് തോന്നുന്നില്ല. അതിലാന്ന് ഉറക്കി കപ്പ് കിട്ടുമെന്ന് അത് വോട്ട് വേണമല്ലോ, ആ വോട്ടിൻ്റെ ലെവലിലേക്ക് അവരെത്തുമെന്ന് ഒരു പ്രതീക്ഷയില്ല. സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആക്റ്റുകൾ എല്ലാം കൂടെ ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു സംവിധാനം വെച്ച് നോക്കുമ്പോൾ അനുമോൾക്ക് അനുകൂലമായിട്ടാണ് ഈ സീസൺ നിൽക്കുന്നത്. പക്ഷേ അതിനകത്താണ് ബിബി കളിക്കുക. ഇപ്പം അവർക്ക് ഏത് തരത്തിൽ വേണം കളിച്ചിട്ട് ഒരാളെ ലെവൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി കുറച്ച് ദിവസങ്ങളൂടെ ഉള്ളൂ. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇനി ഈ അവസാന നിമിഷം കൊണ്ടൊന്ന് അനുമോൾക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ബിബി തയ്യാറാവുമെന്ന്. എങ്കിൽ അതിന് മുമ്പേ തയ്യാറാകണമായിരുന്നു. നെവിൻ്റെ ഈ ആക്ട് ആണെങ്കിൽ
ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പിച്ചോ നെവിൻ്റെ ഈ ആക്ടിന് പ്രത്യേകിച്ചൊന്നും ബി ഒരു ഇതും കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോ. നിങ്ങൾ ഈ സീസൺ നിങ്ങൾ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി. ചിലപ്പോൾ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേദന തോന്നും, ദേഷ്യം വരും. പക്ഷേ ആ ഒരു ദേഷ്യവും വേദനയും മറ്റുള്ള ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ചാൽ മതി. അതാണ് അനുമോൾ എന്നുള്ള വ്യക്തിക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയാക്കുന്നത്. അതായത് ഒരാൾക്ക് ബിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പെരുമാറുന്ന. നിങ്ങൾ ഇപ്പം ലാലേട്ടം എന്നൊരാളെ വഴക്ക് പറയുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക? ലാലേട്ടം എന്താ ഈ മനുഷ്യനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? നിങ്ങളെ ചിന്തിക്കുക. അത് ചില സമയങ്ങളിലെങ്കിലും ചില ആൾക്കാരെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ഇത് തോന്നും. പക്ഷേ അത് ആവർത്തിച്ച് വഴക്ക് പറയുമ്പോൾ എന്ത് തോന്നും? എന്താ എന്ന് ഈ മനുഷ്യനെ മാത്രം. അങ്ങനെ വരുമ്പോഴാണ് അതിനകത്ത് ആ വ്യക്തിയോട് ചില പ്രത്യേക സെൻറ്റിമെൻറ്റ്സ്, ഇമോഷണൽ കണക്ഷൻ വരുന്നത്. അതൊക്കെ ഒരു ഭാഗമാണ്. പിന്നെ PR മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പുറത്ത് നല്ല സജീവമായിട്ട് കളിക്കുന്നൊരു സീസൺ കൂടെയാണ്. അത് നന്നായിട്ട് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PR നന്നായിട്ട് തന്നെ ഉണ്ട്. അതിപ്പം ഇപ്പോൾ അനുമോൾക്ക് മാത്രമാണ് PR, അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് മാത്രം, അങ്ങനെയൊന്നുമല്ല. ഇത് ഓൾമോസ്റ്റ് അവിടെ നിൽക്കുന്ന കുറേ അധികം ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ സീസണിൻ്റെ അകത്ത് നെവിൻ കാണിച്ചത്. വളരെ മോശമാണ്. എനിക്കൊരിക്കലും ന്യായീകരിക്കാനോ താല്പര്യമൊന്നുമില്ല. ഫിസിക്കൽ അസോൾട്ട് ഇനി അനുമോൾ എത്ര ഫിസിക്കൽ അസോൾട്ട് നടത്തിയാൽ അങ്ങ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് അത് ഏക്കും എന്നുള്ള കാര്യം കൂടെ കണ്ടു തന്നെ അറിയണം. എനിക്കറിഞ്ഞൂടാ. ഫിസിക്കൽ അസോൾട്ട് നടന്നു എന്ന് പറയുന്നു, പക്ഷേ നമ്മൾ കാണിച്ച പ്രൊമോയ്ക്കകത്ത് അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് കാണുന്നില്ല. ഇനി അനുമോൾ എന്നെ ഫിസിക്കൽ അസോൾട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നെവിൻ കംപ്ലൈൻറ്റ് ചെയ്ത് അനുമോളെ പുറത്തിറക്കുമെങ്കിൽ ഈ സീസണുകളിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കണ്ടസ്റ്റൻറ്റ് അനുമോളായിരിക്കും. അവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അനുമോൾ പറയുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കും BBയിൽ കപ്പ് അടിക്കുക. അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുകയും ചെയ്യാം. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പലർക്കും ഇപ്പോൾ അനുമോളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ഫാൻസായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു ആക്ട്, ഈ ഒരു സാധനം, ഇത് ശരിക്കും പറയുന്നത് നെവിന് നെഗറ്റീവും അനുമോൾക്ക് വളരെയധികം പോസിറ്റീവ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും വലിയതായിട്ട് കാണണ്ട. പക്ഷേ ഒരു ഗെയിമിനെ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാമെന്നുള്ള സംഭവത്തിന് അപ്പുറം അയാളെ വ്യക്തി എന്നുള്ള ഒരു മൊത്തത്തിൽ അത് നശിപ്പിക്കുന്ന രീതിയിലേക്കായിപ്പോയി. ഒരു വ്യക്തി വിദ്വേഷം തീർക്കുന്ന രീതിയിലേക്കായിപ്പോയി. ഒരു റിവഞ്ച് മോഡ്. ഓക്കെ, അത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ശരിപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുക.